നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പൊ തന്നെ VD സതീശൻ ക്ഷോഭിച്ചു. ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി, എന്റെ ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചത്, ഇല്ലേ? എല്ലാവർക്കും എതിരെ എന്തെല്ലാം കേസുള്ളത്. ഇപ്പൊ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അംഗം. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. അങ്ങനെ അല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ. ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കും, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിന്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിനാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞത് നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാര് രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിന്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പൊ തന്നെ VD സതീശൻ ക്ഷോഭിച്ചു. ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി, എന്റെ ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട്, ആണ് നിങ്ങൾക്ക് അതിന്റെ കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലോ. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കണതിന്റെ പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ, ഞാൻ കോപാകുലായ എന്റെ മുഖത്ത് നോക്കി അറിയാം. ഞാൻ നിങ്ങൾ സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പുറത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തെക്കാളും കുറച്ചൊരു സന്തോഷവാനാണ്. താങ്ക് യു. ഞാൻ എപ്പോഴും ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൂടെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള ഹൗസ്. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കോ, പുതിയതായി വന്നവര് എന്തായിരുന്നു ഇവിടെ, ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, ഇത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം? അതുകൊണ്ടാണ്. അപ്പൊ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ടത്. ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആളിൽ ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരണത്. ആദ്യത്തെ ദിവസം വൈകിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട്? വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചത്, ഇല്ലേ? എല്ലാവർക്കും എതിരെ എന്തെല്ലാം കേസുള്ളത്. ഇപ്പൊ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അംഗം. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും.